യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എല്ലാരും കൂടി ഈ വീട്ടിൽ നിന്ന് ശരിയാവില്ലച്ച. ഇവൾക്ക് എന്താ പറ്റിയത്? രഘുവിനെ യാത്രയാക്കാതെ മോനെ കൊണ്ട് എവിടെ പോണു? പോട്ടെങ്കിൽ അവള് ചെറിയ നേരത്തെ എന്താ കാട്ടുന്ന അവൾക്ക് പോലും അറിയില്ല. നമുക്കറിയാം. ശരി മോനെ, പോയിട്ടോ. അനു ശരിയാണ്. അച്ഛൻ യാത്രയാക്കിട്ട് വരാം. ശരി അച്ഛൻ. മോക്ക് വിശക്കുന്നുണ്ടോ? പാലിപ്പ തരാട്ടോ. ഇപ്പൊ തരാം. നമുക്ക് നമ്മളേ ഉള്ളൂ. മക്കൾക്ക് അമ്മയുണ്ട് കേട്ടോ. അച്ഛൻ പോയല്ലേ, പോട്ടെ. പ്രമാണം വെച്ച് പണം കിട്ടണമെങ്കിൽ വിൽപ്പന കരാറില് അമ്മ ഒപ്പ് വെക്കണം. അതെന്താ അങ്ങനെ? അത് അവരുടെ ഒരു രീതി മാത്രമാണ്. 3 മാസത്തിനുള്ളിൽ നമ്മുടെ ആധാരം തിരിച്ചെടുക്കാനുള്ള അവരുടെ ഒരു മുൻകരുതൽ മാത്രം അത്. അതിപ്പോ എല്ലാ ബ്ലേഡ് കമ്പനിക്കാരും നടത്തുന്ന ഒരു രീതിയാ. അതൊന്നും നടക്കില്ല. അതെന്താ അമ്മേ, ആവശ്യക്കാർ നമ്മളാണ്, അത് മറക്കരുത്. എന്ന് കരുതി ഇങ്ങനെയൊക്കെ ഒപ്പിട്ട് കൊടുത്താലേ വീട് 3 മാസം കഴിയുമ്പം ബ്ലേഡുകാരന്റെ കയ്യിലിരിക്കും. അതൊന്നും സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സില്ലാ മനസ്സോടെയാ പ്രമാണം തരുന്നത്. അപ്പൊ പുതിയ ഒരു നിർബന്ധവും കൊണ്ട് വരുന്നു. അമ്മേ, പണം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. ഇങ്ങനെ പണം കിട്ടണ്ട, നിങ്ങൾ വേറെ വഴി നോക്ക്. എല്ലാ വഴികളും നോക്കിയിട്ട് തന്നെയല്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അതെ അമ്മേ, ഈ അവസാന നിമിഷത്തില് അമ്മ ഇങ്ങനെ ഓരോന്ന് പറയരുത്. നാളെയാണ് പൈസ കൊടുക്കേണ്ട ദിവസം. നീ ഇതെന്താ സുശീലേ, മനുഷ്യരെ കണ്ടിട്ടില്ലേ? എപ്പോഴും ഇന്ദ്രനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുമല്ലോ. എന്നിട്ട് അവനൊരാവശ്യം വന്നപ്പോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതെ, ഏട്ടനല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് പ്രമാണം വാങ്ങുന്നത്. അത് ഏട്ടൻ തന്നെ തിരിച്ചെടുത്ത് തരും. നിങ്ങൾ ആരും എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു ഉടമ്പടി പ്രകാരം ഒപ്പിട്ട് അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഈ വയസ്സാം കാലത്ത് കിടപ്പാടമില്ലാതെ വല്ല കടത്തിനേലും പോയി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കേ, അങ്ങനൊന്നും സംഭവിക്കില്ല. നമുക്കിപ്പോ അത്യാവശ്യം വേണ്ട സോനെ രക്ഷിക്കാന്നുള്ളതല്ലേ. അതൊക്കെ ശരിയാ. അതിന് നിങ്ങൾ വേറെ വഴി കണ്ടോ? ഞാൻ എന്തായാലും ഒപ്പിട്ട് തരില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും സാരമില്ല. ഈ കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസമില്ല. ഇങ്ങനെ സ്വാർത്ഥയാവില്ലേ അമ്മേ? നാളെയാ പണം കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നമ്മളിനിപ്പോ എന്ത് ചെയ്യും? ഇതിലും ഗതികെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ ഏട്ടനുണ്ടായിരുന്നല്ലോ. അന്ന് ഏട്ടനെ സഹായിച്ച പലരുമുണ്ട്. അവരെയൊക്കെ ഒന്നുകൂടി ഓർത്തു നോക്ക്. ചിലപ്പോ സഹായിച്ചേക്കും. ഞാൻ രഘുവിനെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. രഘു, എന്റെ മോൻ ഗോകുലിന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ? സാർ, ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാനതിന്റെ ശ്രമത്തിലാ. അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഗോകുലിനെ പുറത്തുകൊണ്ടുവന്നിരിക്കും. കാണുമ്പോ ഞാൻ ഈ കാര്യം മാത്രം ചോദിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചേ എന്നോട് മുഷിപ്പ് തോന്നരുത്. സാർ എന്തായി പറയുന്നേ? നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഗോകുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ട് പോലുമില്ല. കണ്ണടച്ച കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്റെ മകന്റെ മുഖം ഓർമ്മയിൽ വരുന്നു. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. ഇപ്പോ ഞങ്ങൾ വന്നു തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ. എന്താ സാറേ? അത് ആ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രഘുവിന് ഇവിടെ സിറ്റിയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതിന് രഘുവിനൊരു ജോലി വേണം. അതിപ്പോ സച്ചി മനസ്സ് വെച്ചാലേ നടക്കൂ.
രഘുവിനൊരു ജോലി ശരിയാക്കാൻ എന്നെ കൊണ്ട് എളുപ്പം സാധിക്കും. പക്ഷെങ്കിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ അനന്തം മാഷും മറ്റുള്ളവരും സമ്മതിക്കൂ? തൽക്കാലം അമ്മാവനെ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. ഗോകുലിന് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലായ പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കാലോ. അതെ, എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ വിശ്വസ്തനായ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്. ഗോകുലും കൂടി ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ബിസിനസ്സിൽ എനിക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കാൻ രഘു എനിക്കൊപ്പം ഉള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആ മോളെ, എങ്കിൽ പിന്നെ അണ്ണനെ കാര്യങ്ങളൊന്നും അറിയിക്കാതെ തന്നെ രഘു സച്ചിരൊപ്പം നിൽക്കട്ടെ. അതെ, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. രഘുവിന് നാളെ തന്നെ ജോലി കയറാം. ഓക്കെ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് സംസാരിക്കാം. ശരി സർ. ഹലോ ചേച്ചി, ചേച്ചി 2 തവണ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു, അതാ എടുക്കാതിരുന്നത്. എനിക്ക് തോന്നി ഇവിടെയും അച്ഛനെ അമ്പിളിച്ചേച്ചിയും കേൾക്കാതെ വേണം സംസാരിക്കാൻ. അവിടെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങൾ? ആ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല ചേച്ചി, വിനയേട്ടൻ പിടി തരുന്ന ലക്ഷണമില്ല. ഞാൻ ചോദിച്ചപ്പോൾ ആ ഫോൺ വാങ്ങിയ ആള് മുംബൈക്ക് പോയെന്നൊക്കെയാ പറഞ്ഞ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, ആ ഫോൺ അയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാനത് കണ്ടെത്താനൊരു ശ്രമം നടത്തിയെങ്കിലും അയാളത് പൊളിച്ചു. നീ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തിയേ പറ്റു ചേരൂ, അല്ലെങ്കിൽ നമ്മുടെ മഞ്ചാടിയുടെ ഭാവി തകരാറിലാകും. നമ്മുടെ കുടുംബം തന്നെ ചിലപ്പോൾ ഇല്ലാതാകും. അത്രയ്ക്ക് വലിയൊരു അപകടം ആ ഫോണിനകത്ത് കാണും ചേച്ചി. ആ ഫോണിൽ എന്ത് രഹസ്യമുള്ളതെന്ന് വിനേട്ടൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് അവന്റെ അഭിനയമാണ്. വിനയനെ ചിലർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആ ഫോണിന്റെ പേരിലായിരിക്കുമെന്നാ രഘുവേട്ടൻ പറയുന്നത്. ആ ഫോണ് കണ്ടെത്താനായി മറ്റാരോ കൂടെ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോ മഞ്ചാടിയുടെ ഫ്രണ്ട് ജീവൻ രാജ് ആയിരിക്കും. വിനയൻ അതവർക്ക് വിൽക്കാനും സാധ്യതയുണ്ട്. ഈശ്വര,